നമുക്കിതേ ഹെന്ന മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളം വെക്കുക. അതിലേക്ക് ഇതേ 1 സ്പൂൺ ചായപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം സ്കാൽപ്പും മുടിയൊക്കെ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാപ്പിപ്പൊടി കുറച്ച് ഉപയോഗിച്ചാൽ മതിയേ. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ഹെന്ന ഉണ്ടാക്കണ ചട്ടിയാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചട്ടി ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഹെന്ന ഇതാണ് കേട്ടോ. ഗോദറേജിൻ്റെ നുപൂർ ഹെന്ന കേട്ടോ. ഈ ഹെന്നയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് കിട്ടാത്തപ്പോൾ മാത്രമാണ് ഞാൻ മെഡിമിക്സിൻ്റെ ഹെന്ന ഉപയോഗിക്കുന്നത്. ഇത് എവിടെന്നെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കും. കാരണം ഇത് അത്രയും നല്ല ഹെന്നയാണ്. ഞാൻ ഒരുപാട് കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹെന്നയാണിത്. ഇനി നമുക്ക് എന്തോരാണ് ആവശ്യമുള്ളത് നമ്മുടെ ഹെയറിലേക്ക് എന്നുള്ളതനുസരിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഹെന്ന എടുക്കുക. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഞാൻ 1 സ്പൂൺ നെല്ലിക്കാപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നെല്ലിക്കാപ്പൊടി ഇല്ലാത്തവർക്ക് പച്ച നെല്ലിക്ക ആയാലും അരച്ചിട്ട് ഒന്നെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അയവെള്ളം ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ഉണങ്ങിയ നെല്ലിക്ക ഇതിലേക്ക് ഇട്ട് തിളപ്പിച്ചാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ പച്ച നെല്ലിക്ക ഇതിലേക്ക് അരിഞ്ഞിട്ടിട്ട് തിളപ്പിച്ചാലും മതി കേട്ടോ. ഇനി നമുക്ക് ഇത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി ആയിട്ട് മിക്സ് ചെയ്യരുത്. ഇച്ചിരി ടൈറ്റ് ആയിട്ട് തന്നെ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. വേണ്ട ഇത്രയും ടൈറ്റ് ആയിട്ട് വേണം നമ്മൾ നൈറ്റിൽ മിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ഉള്ളൂ നാളെ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുമ്പോൾ അതിന്റെ പാകത്തിന് ലൂസായിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ എന്നിട്ട് നമ്മൾ നൈറ്റിൽ ഇതങ്ങ് അടച്ചു വെച്ചേക്കുക. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മുടെ എണ്ണ ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ. ഇനി ഇതിന് നല്ലോണം ഡാർക്ക് കളർ വരാനായിട്ട് നമ്മൾ പിന്നെ ഇളക്കുക. അപ്പോൾ നമുക്ക് ഹെന്ന തുറന്ന് നോക്കാവേ. ഇത് കണ്ടോ. അപ്പം ഞാനൊരു 3 പ്രാവശ്യം ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഹെന്ന മുഴുവനും ബ്ലാക്ക് കളറായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഇത്രയും ബ്ലാക്ക് കളർ ഹെന്ന ആവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെന്നയിലേക്ക് മുഴുവനും ഈ ഇരുമ്പിന്റെ കണ്ടന്റ് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇരുമ്പിന്റെ കണ്ടന്റ് നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ ഹെൽത്തി ആയിട്ടിരിക്കാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 മുട്ട. അപ്പോൾ നമ്മൾ എപ്പോഴും ഓരോ ഇൻഗ്രീഡിയൻറ്റും നമ്മൾ ഹെന്നയിലേക്ക് ചേർക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഹെന്നയുടെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് ബാക്കി ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണേ. അപ്പം ഹെന്ന കുറവായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് തൈര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇത് കണ്ടോ, ഒരു 1/2 ടീസ്പൂൺ തൈര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു 10 ഡ്രോപ്പ് വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ എണ്ണ തേച്ചാൽ മുടിക്ക് കളർ പിടിക്കൂല, അതുപോലെ തൈരിട്ടാലും മുടിക്ക് കളർ പിടിക്കൂല എന്നൊക്കെ. ഇത് നമ്മുടെ മുടി ഡ്രൈ ആവാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ എണ്ണയും മുട്ടയും തൈരും ഒക്കെ ചേർക്കണത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മസ്റ്റായിട്ട് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങാ നീര. അത് എൻ്റെ ഹെന്ന വീഡിയോസിൻ്റെ താഴെയൊക്കെ ഒരുപാട് പേര് വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നു എന്നുള്ളത്. ഡ്രൈ ആവുന്നതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, ഒരു നാരങ്ങ ഫുള്ള് പിഴിഞ്ഞ് അതിൻ്റെ നീര് ഫുള്ള് ഇതിലേക്ക് ചേർക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പകുതി നാരങ്ങ ഫുള്ള് പിഴിഞ്ഞ് അതിൻ്റെ നീര് ഇതിലേക്ക് ചേർക്കുക. നമുക്ക് ശരിക്കും ഒരു 10 to 15 ഡ്രോപ്പ് നാരങ്ങാ നീരിൻ്റെ ആവശ്യമുള്ളൂ. അതാണ് നമ്മളെ ഹെന്ന എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് 10 to 15 ഡ്രോപ്പ് നാരങ്ങാനീര് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അത്രയും നാരങ്ങാനീര് മാത്രമേ നമ്മുടെ സ്കാൽപ്പിന് ആവശ്യമുള്ളൂ. അപ്പോൾ അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതും കൂടി നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പാകത്തിന് നമ്മുടെ സ്കാൽപ്പിലേക്കുള്ള കൺസിസ്റ്റൻസി ആവും. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഹെയറിൽ ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയും ചെയ്യും, അതുപോലെ തലേന്ന് ഒഴുകി പോകുകയില്ല. അപ്പോൾ ഇനി ഞാൻ എൻ്റെ സ്കാൽപ്പിലേക്ക് ഹെന്ന അപ്ലൈ ചെയ്യാൻ പോകണേ. പിന്നെ നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഹെയർ നന്നായിട്ട് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യണം. നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ ഓയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെന്നയുടെ കളർ പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, നല്ല കളർ നമുക്ക് കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഹെന്ന ഇടുന്നതിന് ഒന്നെങ്കിൽ തലേദിവസമോ അല്ലെങ്കിൽ ഇടുന്ന അന്ന് തന്നെയോ മുന്നേ നന്നായിട്ട് ഷാമ്പൂ ചെയ്ത് ഹെയറിലെയും സ്കാൽപ്പിലെയും ഒക്കെ ഓയിൽ നന്നായിട്ട് കഴുകി കളയണം. അപ്പോൾ ഇനിയിപ്പോൾ ഹെന്ന ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാട്ടോ ഹെയറിലേക്ക് എന്തോരം കളർ പിടിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ ഉണ്ടോ. അപ്പോൾ ഞാൻ മുടിയൊക്കെ നന്നായിട്ട് ഡ്രയറൊക്കെ ചെയ്ത് ഉണക്കി. ഇത് കേട്ടോ, നമ്മൾ ഇതുപോലെ ഹെന്ന ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഡ്രൈ ആവത്തില്ല കേട്ടോ. ഇത് കണ്ടോ, ഞാനിപ്പോൾ ഷാമ്പൂ ഒന്നും ഇല്ലാതെ നോർമൽ വെള്ളത്തിൽ മുടി കഴുകിയിട്ടാണ് വന്നത്. കളറും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുടി കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. എല്ലാവരും പറയാറുണ്ട് മുടി ഭയങ്കരമായിട്ട് ഹെന്ന ഇടുമ്പോൾ ഡ്രൈ ആവുന്നു എന്നുള്ളത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഹെന്ന ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഡ്രൈ ആവത്തേ ഇല്ല കേട്ടോ. ഇനി നാളെയാണ് നമ്മൾ നന്നായിട്ട് സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ ഓയിൽ വെച്ചതിന് ശേഷം 1 മണിക്കൂർ നേരം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഡബിൾ ഷാമ്പൂ ചെയ്ത് സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ ഓയിൽ നന്നായിട്ട് പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് കളയേണ്ടത്.